ഈ സമാധാന പ്രക്രിയ ഒരു നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ട്രംപ് കൂടി ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഒരു സമാധാന പ്രക്രിയയിൽ ഖത്തർ പങ്കാളിയാകുമ്പോൾ ഹമാസിനെ കൊണ്ടത് കൺവിൻസ് ചെയ്യുന്ന ഘട്ടം വരുമ്പോൾ ഇസ്രായേലിന് പിന്തിരിഞ്ഞു നിൽക്കാൻ ആവാത്തത് കൊണ്ട് ആ സമാധാന പ്രക്രിയയെ തന്നെ അട്ടിമറിക്കുക, ആ സമാധാന ദൂതനെ തന്നെ വെറുപ്പിക്കുക എന്ന ഒരു തിയറിയും ഇതോടൊപ്പം തന്നെ പ്രാവർത്തികമാകുന്നുണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിൽ കുറച്ച് ക്ലാരിറ്റി ഉണ്ട്. അതേസമയം ഇസ്രായേലും ഖത്തറും തമ്മിൽ ഏതെങ്കിലും രീതിയിലുള്ള അണ്ടർസ്റ്റാൻഡിങ് മുൻകൂട്ടി അറിയിച്ചിരുന്നോ? ഇത് പുറത്തു പറയുന്നതല്ലേ എല്ലാവരും കേൾക്കുന്നുള്ളൂ. അകത്തട്ടിൽ എന്താണ്, അടിത്തട്ടിൽ എന്താണ് ഉരുണ്ടു കൂടിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് ഇപ്പോഴും വ്യക്തമായ ധാരണയില്ല. അറബ് ലീഗിലെ മറ്റു രാജ്യങ്ങൾക്ക് ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് അറിവുണ്ടാവില്ല. പക്ഷെ അമേരിക്കയ്ക്ക് അറിവില്ല എന്ന് പറയുന്നത് ശുദ്ധ സംബന്ധമാണ്. കാരണം അമേരിക്കയുടെ ആ പ്രദേശത്തെ, മധ്യപൗരസ്യ പ്രദേശത്തെ ഏറ്റവും വലിയ എയർ ബേസ് എന്ന് പറയുന്നത് ഖത്തറിൽ ഉള്ള ദോഹയുടെ അടുത്തുള്ള അൽ ജുദൈദ് എയർബേസ് ആണ്. അവിടെ നിന്നും ഉള്ള നിരീക്ഷണ സംവിധാനങ്ങളെ വെട്ടിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇസ്രയേലി ഫൈറ്റർ പ്ലെയിനുകൾക്ക് അവിടെ ആക്രമിക്കാൻ കഴിയുക? അതുകൊണ്ട് അമേരിക്ക അറിഞ്ഞില്ല, അല്ലെങ്കിൽ മുൻകൂട്ടി അറിയിപ്പ് കൊടുത്തില്ല എന്നൊക്കെ പറയുന്നത്. അമേരിക്കയ്ക്ക് തന്നെ ഈ ആക്രമണം വേണമെങ്കിൽ തടയാമായിരുന്നു. ഖത്തറിന്റെ എയർ സ്പേസ് സംരക്ഷിക്കാൻ അമേരിക്കയ്ക്ക് കഴിയുമായിരുന്നു. അറബ് രാജ്യങ്ങളുടെയൊക്കെ എയർ സ്പേസ് കൂടി സംരക്ഷിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കും, അവരുടെ ബേസുകളെ മാത്രമല്ല. അല്ലെങ്കിൽ പിന്നെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ അവിടെ എന്തിനാണ് സ്ഥാപിച്ചിരിക്കുന്നത് എന്ന ചോദ്യം ന്യായമായും അറബ് ലീഗിലെ രാജ്യങ്ങൾ ചോദിക്കും. അതുകൊണ്ട് ഇതെല്ലാം ഒരു ഒത്തുകളിയാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ എണ്ണം ഇപ്പോൾ കൂടുകയാണ്. അത് മാത്രമല്ല, ഒരു ആക്രമണം നടത്താനാണ്, യഥാർത്ഥ ആക്രമണം നടത്താനാണ് എങ്കിൽ എന്തിനാണ് അമേരിക്കയെ അറിയിക്കുന്നത്? എന്തിനാണ് അമേരിക്ക അത് ഖത്തറിനെ അറിയിക്കുന്നത്? അപ്പോൾ ആക്രമണങ്ങളുടെ ഒക്കെ രീതിശാസ്ത്രം നോക്കുമ്പോൾ ഇറാനെ അമേരിക്ക ആക്രമിച്ചു 2 മാസം മുൻപ്, ആണവ താവളങ്ങളിൽ ആക്രമണം നടത്തി. പക്ഷെ അതിന് മുൻപ് തന്നെ അറിവ് കൊടുത്തിരുന്നു, ആണവ ഫിസൈൽ മെറ്റീരിയൽ നിങ്ങൾ മാറ്റിക്കൊള്ളൂ, ഞങ്ങൾ ഔപചാരികമായ ചില പ്രതീകാത്മക ആക്രമണങ്ങൾ നടത്തും. അത് സംഭവിച്ചു. അതിനെതിരെ അമേരിക്കയ്ക്കെതിരെ അമേരിക്കൻ താവളങ്ങളിൽ ഖത്തറിൽ ഇറാൻ ആക്രമണം നടത്തി. അതിനു മുമ്പ് അവര് അറിയിപ്പ് കൊടുത്തു, ഞങ്ങൾ ഇതാ ആക്രമിക്കാൻ പോവുകയാണ് എന്ന് ഖത്തറിന്റെ ലീഡർഷിപ്പിനെ അറിയിക്കുകയാണ്. ഇതൊക്കെ എന്ത് തരം ആക്രമണങ്ങളാണ്? അതുകൊണ്ടാണ് ഈ ആക്രമണത്തിന് പിന്നിലും ഒരു ഒത്തുകളി വിവാദം വളരെ പ്രബലമായ ഒരു കാര്യം തന്നെയാണ്. അതൊക്കെ നമുക്ക് സ്ഥിരീകരിക്കാനാവില്ല എങ്കിൽ പോലും ആ തിയറിയെ പൂർണ്ണമായി തള്ളിക്കളയാനുമാവില്ല. അതുകൊണ്ടാണ് ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? ഹമാസിനെ ഫിനിഷ് ചെയ്യുക എന്ന ഇസ്രായേലിന്റെ ലക്ഷ്യത്തിന് അനുകൂലമായി ഏതെങ്കിലുമൊക്കെ ശക്തികൾ ഇതിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ, അറബ് ലോകത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഖത്തറിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്നുവോ? ഇതൊരു വലിയ ചോദ്യമാണ്. അതുകൊണ്ട് ഇതൊന്നും കാണാതെ ആയിരിക്കില്ല ഇസ്രായേൽ ഇങ്ങനെ ഒരു ആക്രമണം, പ്രത്യേകിച്ച് GCC മേഖലയിൽ ഇസ്രായേൽ ഒരു ആക്രമണം നടത്തുമ്പോൾ അതിന് നാനാർത്ഥങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് കൃത്യമായ വിശകലനങ്ങൾ ഇതിൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അറബ് ലീഗ് സാധാരണഗതിയിൽ അറബ് ലീഗ് ഒരുമിച്ച് കൂടുന്നു, കുറെ ജിങ്കോയിസം കാട്ടുന്നു, തങ്ങൾ ഇസ്രായേലിനെ പാഠം പഠിപ്പിക്കുമെന്ന് പറയുന്നു. പക്ഷെ വാക്കുകൾക്കുപരിയായി ആക്ഷനിലേക്ക് കടക്കുമ്പോൾ എന്ത് പാഠമാണ് പഠിപ്പിക്കാനാവുക എന്നതൊരു വലിയ ചോദ്യമായി അവശേഷിക്കുന്നു. യെസ്, വളരെയധികം നന്ദി ഡോക്ടർ മോഹൻ വർഗീസ് ഞങ്ങളോട് പ്രതികരിച്ചതിന്. പ്രത്യേകിച്ച് ഇതാണ് നിലവിലെ സാഹചര്യം. ഈ അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ പോലും എങ്ങനെയാണ് ഇസ്രായേലിന് മറുപടി നൽകുക, അതൊരു സൈനികമായ നടപടിയിലേക്ക് കടക്കുക എന്നത് അത്ര എളുപ്പകരമല്ല. മറിച്ച് നയതന്ത്രപരമായി എങ്ങനെ മറുപടി നൽകും? അതേസമയം നേരത്തെ ഡോക്ടർ മോഹൻ വർഗീസ് സൂചിപ്പിച്ചതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റു ചില ആരോപണങ്ങളുമൊക്കെ ഇതൊരു പ്ലാൻഡ് ഓപ്പറേഷൻ ആയിരുന്നോ എന്ന തരത്തിലുള്ള ചില നിരീക്ഷണങ്ങളുമുണ്ട്. അതൊന്നും സാധൂകരിക്കാവുന്ന നിരീക്ഷണങ്ങളല്ല. പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ ഉള്ള ചർച്ചകളാകുമ്പോൾ അത്തരം ചർച്ചകളും സജീവമാണ് താനും.